കാര്യം ആ ഫ്ലാറ്റിനകത്ത് എനർജി ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഒരു റൂമിൽ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്സ് ആണ് നിൽക്കുന്നത് തുരിയ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അപ്പോൾ തുരിയ എന്ന സ്റ്റേജിലേക്ക് വരുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ട്, അദ്ദേഹത്തിന് സെൽഫ് റിയലൈസേഷൻ ഉണ്ട്. ഞാനൊരു ആ സ്റ്റേജിലെത്തി. ഈ പറയുന്ന സോള് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്, എത്രയോ വർഷം കൊണ്ട് ആ ഫ്ലാറ്റിലുണ്ട്. ആ ഓണർ എത്ര പ്രാവശ്യം ആ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ടും പോകാൻ പറ്റുന്നില്ല. ഇത് എന്റെ വാസസ്ഥലമാണ്, ഞാൻ വിട്ടുപോകില്ല. ഇപ്പോഴും ആ ഫ്ലാറ്റിൽ തന്നെ കാണും. ആ ഫ്ലാറ്റ് വിട്ടു പോയിട്ടില്ല, വാടകയ്ക്ക് പോയിട്ടില്ല. ഇപ്പോഴും വേണമെങ്കിൽ ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം. പ്രസൻസ് ഉണ്ട് മനസ്സിലാവുന്നതിന്റെ ആദ്യത്തെ സംഭവം എന്താണ്? നല്ലൊരു അടി കിട്ടി ഹീലറിന്. അവിടെ എല്ലാവരും ഉണ്ട്. താന്ത്രികപരമായിട്ടോ പൂജാപരമായിട്ടോ പൂർണ്ണമായിട്ടും ഇതിനെ ഒഴിപ്പിച്ചു വിടണം. ശരിക്കും അയാൾക്ക് സോളിനെ കാണാനുള്ള കഴിവുണ്ട്. പക്ഷെ അയാളുടെ ആക്ച്വൽ ക്യാരക്ടർ ബാക്കിയുള്ളവർക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. ഈ സോള് അല്ലെങ്കിൽ എനർജികളെ കാണാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പം പല ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് ഭൂതത്തെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രേതത്തെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രസൻസ് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതിലൊരു 80% ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് റിയൽ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇവര് ഇത്തരത്തിലുള്ള സോളുകളെ അല്ലെങ്കിൽ എനർജികളെ കാണുന്നത്? ഇവര് മറ്റൊരു ഡയമെൻഷൻ ആയതുകൊണ്ടാണ്. ഇതിനകത്ത് രാഹുൽ, നമ്മൾ പല ഇന്റർവ്യൂസിൽ ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കേസാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്സ് ആണ് നിൽക്കുന്നത് തുരിയ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തുരിയ എന്ന സ്റ്റേജിലേക്ക് വരുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും, എനർജീസിനെ കാണാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ട്, അദ്ദേഹത്തിന് സെൽഫ് റിയലൈസേഷൻ ഉണ്ട്. ഞാനൊരു ആ സ്റ്റേജിലെത്തി, അല്ലെങ്കിൽ ഞാൻ വേറൊരു തലത്തിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ സാധാരണപ്പെട്ട പലർക്കും അറിയില്ല അവർ ഏത് തലത്തിലാണെന്നുള്ള കാര്യം. അവർ ആസ് യൂഷ്വൽ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകുന്നു. പക്ഷെ പ്രോപ്പറായിട്ട് എനർജീസിനെ പലർക്കും കാണാൻ പറ്റുന്നുണ്ട്. കണ്ടിട്ട് പേടിക്കുന്നവരുമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഈവൻ നമ്മുടെ എനിക്കറിയാവുന്ന വളരെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലായിരുന്നു. ഫ്ലാറ്റിൽ ഒരു കുറച്ച് വർഷമായിട്ട് അവിടെ താമസമുണ്ട്. ആ ഫ്ലാറ്റ് വാടകയ്ക്ക് പോവില്ല. ഞാൻ ആ ഫ്ലാറ്റും ലൊക്കേഷനും വേണമെങ്കിൽ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. ആ ഫ്ലാറ്റ് ഒരിക്കലും വാടകയ്ക്ക് പോവില്ല. ആര് വന്നാലും ആ ഫ്ലാറ്റ് വിറ്റ് പോവില്ല. കാര്യം ആ ഫ്ലാറ്റിനകത്ത് എനർജി ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഒരു റൂമിൽ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കഥകളാണോ സത്യമാണോ? പക്ഷെ ഈ ഓണർ വരെയും പറഞ്ഞിട്ടുണ്ട്, ആ ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഉൾപ്പെടെ അവിടുത്തെ കെയർടേക്കർ ഉൾപ്പെടെ പറയുന്നു ഈ ഫ്ലാറ്റ് മാത്രം പോവില്ല. അതിന്റെ കോസ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ആ റൂമിൽ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം തൂങ്ങി മരണം നടന്നിട്ടതിന് ശേഷം ബാക്കി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷെ ആ ഫ്ലാറ്റിനകത്തൊരു എനർജി ഉണ്ട്. ആ സോള് മാത്രമേ അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സുഹൃത്തിൻ്റെ കുട്ടി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പല പല സംഭവങ്ങൾ അവർക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് ഇദ്ദേഹം പോയിട്ട് ചോദിച്ചു എന്താ വേണ്ടേ. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് ഡേഞ്ചർ. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ നമ്മുടെ പൈസാറിനും ബാക്കി എല്ലാവർക്കും അറിയാം. ഞാൻ ഈ കേസ് പൈസാറോട് ആദ്യം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പൈസാറിനോട് എത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്തു. അതിനു പുറമെ നമ്മുടെ ഇവിടെ ഇന്റർവ്യൂ എടുത്ത് ഒരു ഹീലറെ ഞാൻ പേഴ്സണലി വിളിച്ചു പറഞ്ഞു. എനിക്കറിയാം. ആ ഹീലറോടെ പോയി ഹീൽ ചെയ്ത സമയത്ത് ആ ഹീലറും അയാളുടെ മോളും ഉണ്ടായിരുന്നു. ഒറ്റയടി പുറകില് നല്ലൊരടി കിട്ടി. അതായത് അപ്പൊ ചോദിച്ചു എന്തിനാ പ്രൊവോക്ക് ആവുന്ന, എന്താ സംഭവം? അപ്പോഴാണ് ഈ കംപ്ലീറ്റ് അറിയുന്നത്. ആ സമയത്ത് ആ സോള് പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ സോളിനെ വളരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ അത് വിശ്വസിക്കും. പക്ഷെ ഒരു മീഡിയം വഴി നിൽക്കുന്ന ഒരു എനർജി ഹീലർ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രദീപ് ജി പറഞ്ഞിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്, പ്ലേസ് ഇവിടെയാണ്. അപ്പൊ സ്ഥലം എനിക്ക് കേട്ടപ്പോൾ ഫെമിലിയർ തോന്നി. കാരണം ഇദ്ദേഹത്തിന്റെ സ്ഥലം അവിടെയാണ്. ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ട്രാവൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രാവൽ ചെയ്തപ്പം കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. എന്റെ തോട്ട് അങ്ങനെ പോയത്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, നീ എപ്പോൾ ട്രാവൽ ചെയ്തു, എന്താണ്? അവൻ പോലും അറിയാതെ ചോദിച്ചു. എന്തിനാ പോയത്, എത്ര മണിക്കാ വന്നെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവര് രാത്രിയും പകലും ആ ഏരിയ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്താണ്, ട്രാവൽ ചെയ്ത സമയത്ത് കയറി വന്നു എന്നുള്ളതായിരുന്നു. ഞാൻ ഇതേപോലെ ഹീലറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഹീലർ ഇദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അവിടെ ഉറപ്പിച്ചു, പ്രദീപ് ജി ഇത് അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ടും വിശ്വാസം വരുന്നില്ല.
കണ്ടിന്യൂസ് 5 ദിവസം 6 ദിവസം എന്തോ പോയി ഹീൽ ചെയ്തു. 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞു, പ്രദീപ് ജി അന്ന് പറഞ്ഞതല്ല പറയുന്നത്, അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഫാക്ട് അത് നടക്കുന്ന സമയത്ത് ഞാൻ ലൈവ്ലി കണ്ടൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചേഞ്ചസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. സംസാരിക്കുന്ന രീതി, പ്രകൃതം, കണ്ണ് നമ്മൾ നോക്കുന്ന രീതി, അദ്ദേഹം അയാൾ ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് അയാളുടെ ക്യാരക്ടർ ചേഞ്ചസ് ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഈ ഹീലർ എടുത്ത് ഇയാളെ വിളിച്ച് പേഴ്സണലി പോയി. അപ്പോൾ ഇവർ ചെയ്യുന്ന ഹീലിങ്സിനകത്ത് മൾട്ടിപ്പിൾ വേരിയൻസ് ഉപയോഗിച്ചാണ് ഹീൽ ചെയ്യുന്നത്. അത് ക്രിസ്റ്റൽ ബോൾ എടുത്തു. ക്രിസ്റ്റൽ ബോളാണേ. ക്രിസ്റ്റൽ ബോൾ ഇങ്ങനെ കയ്യിലെടുത്ത് ഹീൽ ചെയ്യാൻ പോകുന്നു. ബോളിനെ കൈ തട്ടി ബോൾ തെറിച്ച് താഴെ പോയി. ബോൾ താഴെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലാണ്. ഇങ്ങനെ 2-3 പ്രാവശ്യം സാധാരണ ബോൾ വീഴുന്നത് പോലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ബൗൺസ് ചെയ്ത്. ഞാൻ എടുക്കാൻ പോയില്ല. എനിക്കിത് സംഭവം മനസ്സിലായി. ഞാൻ പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത്. ഞാൻ ആദ്യമേ കൂടെ വന്ന ഒരാളോടും പറഞ്ഞു പ്രൊട്ടക്ഷനൊക്കെ ഇട്ടു. ഹീലർ പ്രദീപ് ജി പ്രൊട്ടക്ഷൻ ഉണ്ട്, ബാക്കിയുള്ളവർ കിട്ടു. എനിക്കിത് നേരത്തെ എന്തെങ്കിലും നടക്കുമെന്ന് അറിയായിരുന്നു. അപ്പോൾ അയാളും പേടിച്ചു. ഞാൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്, ഈ പറയുന്ന സോള് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്. എത്രയോ വർഷം കൊണ്ട് ആ ഫ്ലാറ്റിലുണ്ട്. ആ ഓണർ എത്ര പ്രാവശ്യം ആ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ടും പോകാൻ പറ്റുന്നില്ല. ഒരാളെയും ആ ഫ്ലാറ്റിനകത്ത് കയറ്റി വിടില്ല. അപ്പൊ ഇവരെങ്ങനെ അതിനകത്ത് കയറി എന്നുള്ളതാണ്. ഇവര് കയറിയ സമയത്ത് ഒന്നുകിൽ ആ സോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സോളിന്റെ പ്രസൻസ് അവർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെങ്ങനെയോ വളരെ പെട്ടെന്ന് ആ വീട്ടിനകത്ത് കയറുന്ന സമയത്ത് 2-3 കാര്യങ്ങളുണ്ട്. ആരാണ് ആ വീട്ടിൽ കയറുന്നത് എന്നുള്ളതാണ്. ഒരു ഫാമിലി ആയിട്ടാണല്ലോ കയറുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡിനോ വൈഫിനോ, ഈ ഹസ്ബൻഡിനാണ് ഈ പ്രശ്നം സംഭവിച്ചത്. വൈഫിന് ചൈതന്യമുള്ള സോളായിരിക്കും, കുറച്ചുകൂടെ അടുത്ത ലെവലിൽ നിൽക്കുന്ന സോളായിരിക്കും. പെട്ടെന്ന് ഈ സോളിനൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലല്ലോ. അവര് കയറി താമസമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു സമയത്ത് പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് ഞാനാണ് ഈ സംഭവം അറിയുന്നത്. ഞാൻ ഈ ഹീലറിനെ കണക്ട് ചെയ്തു, ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇദ്ദേഹം സാധാരണ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മിനിമം 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം. ഇത് ഹീലറിന് ചെറിയ എമൗണ്ട് കൊടുത്തു. ഞാൻ ഒന്നിനെ കുറച്ച് കാണുന്നതല്ല. അവരുടെ ആ സമയത്ത് ഒരു സാമ്പത്തിക സംഭവം വെച്ചിട്ട് ഈ ഹീലറിന് ചെറിയ സംഭവം കൊടുത്തു, ഹീൽ ചെയ്തു, പ്രോബ്ലം കംപ്ലീറ്റ് സോൾവ് ആയി. പക്ഷേ ഞാൻ അവിടെ പഠിച്ച 2 പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ മാനിപ്പുലേഷൻ ചെയ്യുന്ന സോൾ എന്ന് പറഞ്ഞാൽ അപാരമായിട്ട് മാനിപ്പുലേഷൻ ചെയ്യും. അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ് ആണ് പറഞ്ഞത്. നേറ്റീവ് പ്ലേസിൽ പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് മനസ്സിലാക്കും? അവിടുന്ന് വന്നതാണ്, പഴയ സോളൊന്നും അല്ല. സെക്കൻഡ് ഡേ ആണ് മനസ്സിലാവുന്നത്. ലാസ്റ്റ് അദ്ദേഹം കോഡ് കട്ട് ചെയ്ത് വിട്ടു. ആ സോളിനോട് കാര്യം പറഞ്ഞു, സോളിനോട് റിക്വസ്റ്റ് ചെയ്തു എന്താ ചെയ്യേണ്ടത്. അപ്പം സോൾ ഈ ഹീലറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതെന്റെ വാസസ്ഥലമാണ്, ഞാൻ വിട്ടുപോകില്ല. ഈ പറയുന്ന ഹീലർ പറഞ്ഞതാണ്, ഇവരിവിടുന്ന് മാറിപ്പോണം, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവും. അപ്പൊ ഇവര് റിക്വസ്റ്റ് ചെയ്ത് ഇത്ര ദിവസം സമയം ചോദിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് അവർ അവിടെ നിന്ന് മാറ്റി. അപ്പോ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഫ്ലാറ്റിൽ തന്നെ കാണും. ആ ഫ്ലാറ്റ് വിറ്റ് പോയിട്ടില്ല, വാടകയ്ക്ക് പോയിട്ടില്ല. ഇപ്പോഴും വേണമെങ്കിൽ ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം. ആ ഫ്ലാറ്റ് വിറ്റ് വാടകയ്ക്ക് പോകാറില്ല. ഇവരാണ് വർഷങ്ങൾക്ക് ശേഷം ഫ്ലാറ്റ് എടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്തോ ദൈവഭാഗ്യമുള്ളത് കൊണ്ടും നല്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും ഇവർക്കും കുട്ടികൾക്കും വേറൊന്നും പറ്റിയിട്ടില്ല. അതൊരു സൈക്കോസൊമാറ്റിക് ഇഷ്യൂ ആയിക്കോട്ടെ. അയാളുടെ ശരീരത്തിൽ അയാൾ തന്നെയല്ലേ പറയുന്നത്? അയാളല്ല പറയുന്നത്. ഈ സൈക്കോസൊമാറ്റിക് ഇഷ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് ഇത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം പല ആൾക്കാർക്കും തോന്നുന്ന ഒരു ഇല്യൂഷൻ ആയിരിക്കാം, പേടിപ്പെടുത്തലുകളായിരിക്കാം, ഹീലിതം മാറും. പക്ഷെ ഈ നമ്മുടെ ഹീലേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമായിട്ടല്ലല്ലോ. ഇദ്ദേഹത്തിന് പുറത്ത് എഴുതി ആ സോളുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനോടല്ല സോളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോൾ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയാണ് ഹീലർ അവിടെ പോയത്. അപ്പം സോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് ഹീൽ ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടർ ചേഞ്ചസ് ഒക്കെ മനസ്സിലായി. അപ്പോൾ ഇതൊരു സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് എന്നതാണെന്നുള്ളതാണ്. ഞാനും ആദ്യം ഇത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കൂ. പക്ഷെ അപ്പോഴും എനിക്ക് ഈ സംഭവം അറിയാം. കാരണം 2 കുട്ടികളാണ്, അടുത്ത സ്റ്റേജിലേക്ക് പോകരുത്. നമ്മൾ മാക്സിമം കോൺഫിഡൻസ് കൊടുത്ത് നിന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെക്സ്റ്റ് സ്റ്റേജിൽ ഈ ഹീലർ അവിടെ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ പ്രസൻസ് ഉണ്ട് മനസ്സിലാവുന്നതിന്റെ ആദ്യത്തെ സംഭവം എന്താണ്? നല്ലൊരു അടി കിട്ടി ഹീലറിന്. അവിടെ എല്ലാവരും ഉണ്ട്.
ചെറിയൊരു ഭാഗ്യം കൊണ്ട് തലയിൽ കിട്ടിയില്ല. തലയിൽ നല്ല അടിയായിരുന്നു. അയാളുടെ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി നന്നായിട്ട് ഹീൽ ചെയ്യും. ഒരു കൊച്ചു പെൺകുട്ടിയാണ്, നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, അത്യാവശ്യം നന്നായിട്ട് ഹീൽ ചെയ്യും. അത് പാഷനാണ് അവരുടെ. അവർ കൊച്ചിലെ മുതലേ ചെറുപ്പത്തിലേ പഠിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ നിരവധി കേസസ് അവർക്കാണ്. അവരുടെ ഒരു എന്താ പറയുക, ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പം സെക്കൻഡ് ഡേയും ഇദ്ദേഹത്തിന് പുറത്തു സംസാരിച്ചത്. പിന്നെ കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മുകളിൽ കയറ്റിയിട്ടില്ല. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പം പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയി വരുന്ന ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അത് പോയി. എപ്പോഴും സോള് തിരഞ്ഞെടുക്കുന്ന ഒരു മീഡിയമാണ്. ആ മീഡിയം കംഫർട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സോള് പോകില്ല. ഇനി ആ സോള് എന്നായിരിക്കും അവിടെ ആ ഫ്ലാറ്റിൽ നിന്ന് നശിച്ചു പോകുന്നത്? അല്ല, അത് എന്താണെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു നാശം ഉണ്ടാവും. അല്ല, ഇതിനകത്ത് ഇവിടെയാണ് നമ്മൾ പരലോക നിയമങ്ങളിലൊക്കെ പറയുന്നത്. അതായത് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആയുസ് അറിയാതെ മരിച്ചു പോവുക, ഇതൊക്കെ ഒരു സമയം എടുത്താണല്ലോ അടുത്ത തലത്തിലേക്ക് പോവുക. അപ്പൊ അവിടെ ഒന്നുകിൽ ഇതിന് കാരണക്കാരനായ ഒരു സംഭവം കണ്ടെത്തണം, അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടോ പൂജാപരമായിട്ടോ പൂർണ്ണമായിട്ടും ഇതിനെ ഒഴിപ്പിച്ചു വിടണം. ഒഴിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. ഇത് ഒഴിപ്പിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എത്രയോ പേര് കുടുംബത്തില് പല കാര്യങ്ങളും കർമ്മങ്ങളൊന്നും ചെയ്യാൻ നടക്കുന്ന എത്രയോ പേരില്ലേ മരണശേഷം. അപ്പൊ അവരുടെയൊക്കെ സോൾ എന്ത് ചെയ്യും? ഈ ആയുസ് ഒരു ആത്മാവ് ഭൂമിയിൽ ജന്മം എടുക്കുന്നത് തന്നെ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനാണ്. ആ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വരുന്ന സമയത്ത് ഒരു ലോഞ്ചിവിറ്റി ഉണ്ട്. ആ ലോഞ്ചിവിറ്റി ഇടയ്ക്ക് വെച്ച് കട്ടാവുമ്പോൾ പൂർവികരാരും വരില്ല കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പൊ ഈ സോള് തന്നെ അനുഭവിച്ച് ഓരോ തലങ്ങളിൽ അനുഭവിച്ചിട്ടാണ് അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകുന്നത്. 7 തലങ്ങളല്ലേ? ആ ഡയമെൻഷൻസിൽ പോകാൻ പറ്റാതെ വരുമ്പോഴാണ് ഇതുപോലെ ആരെങ്കിലും കണ്ടുപിടിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിനകത്ത് ഒരു പൂജാരിയാണ് അവിടെ വന്നെങ്കിൽ എന്ത് ചെയ്യും? പൂജ നടത്തണമെന്ന് പറയും. പൂജ നടത്തും, ഇവരെ ഒഴിപ്പിക്കും, ഇവര് സേഫ് ആകും. അതുപോലെ പൂജാരി കുറച്ചുകൂടെ അടുത്ത തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സോളിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യും. പൈസ മേടിച്ച് പൂജ ചെയ്ത് പോകുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കാം. അടുത്ത തലങ്ങളിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അവരാണെങ്കിൽ ഈ സോളിന് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ശ്രമിക്കും. അല്ലേ? ഇതിന്റെ അപ്പുറം എന്താണ്? കുറച്ചുകൂടി അടുത്ത ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ സോളിനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കില്ലേ? അങ്ങനെയൊക്കെയല്ലേ പല സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണാത്ത ഒരുപാട് തലങ്ങളുണ്ട് രാഹുൽ. സോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിനകത്ത് പീക്ക് സോളും ഉണ്ട്, ലോവർ സോളും ഉണ്ട്. ലോവർ സോൾസ് ആണ് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പല ആൾക്കാർക്കും കാണാൻ പറ്റും. പക്ഷെ കാണുമ്പോൾ ആൾക്കാരെന്ത് പറയും? ഇദ്ദേഹം വെറുതെ പറയുന്നു, അല്ലെങ്കിൽ പറയും മാനസികമായ പ്രശ്നമാണ്. ലാസ്റ്റ് അത് മാനസിക പ്രശ്നമായിട്ട് അടിച്ചമർത്തൽ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. എനിക്കറിയാന്നുള്ള എത്ര പേരുണ്ട് ഇങ്ങനെ സോളിനെ കാണുമ്പോൾ പറയും ഇയാൾക്ക് എന്തോ പ്രശ്നമാണെന്ന് പറയും. ശരിക്കും അയാൾക്ക് സോളിനെ കാണാനുള്ള കഴിവുണ്ട്. പക്ഷെ അയാളുടെ ആക്ച്വൽ ക്യാരക്ടർ ബാക്കിയുള്ളവർക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവില്ല, അല്ലേ? അപ്പൊ അവിടെ നല്ലൊരു ദൈവജ്ഞന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹീലർ അടുത്തോ ഇത് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ തലങ്ങളിൽ നിൽക്കുന്നവരോട് സംസാരിക്കണം. എനർജി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു എനർജിയും പ്രൊവോക്ക് ചെയ്യാതെ ആ എനർജിയെ റെസ്പെക്ട് ചെയ്ത് നമ്മളൊരു മീഡിയം ആവാതിരിക്കാൻ നമ്മുടെ ചൈതന്യം കൂട്ടുക എന്നുള്ളതാണ് ഒരു സജഷൻ.